അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ സമസ്തക്കാരായിട്ടുള്ള മുസ്ലിയാക്കന്മാരുടെ ദുർബോധനങ്ങൾ കേട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന, മരണപ്പെട്ടുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടുന്ന പച്ചയായ ഷിർക്ക്, അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് സലഫികളായ പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും ജനങ്ങളെ, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടരുത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലിയവരാണ് നമ്മൾ. ആരാധനയുമായി ബന്ധമുള്ള സകലതും അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടവരാണ് നമ്മൾ ചൊല്ലിയിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ താല്പര്യം അതാണ്. അത് പ്രാർത്ഥനയാവട്ടെ, നേർച്ചയാവട്ടെ, ആരാധനയുടെ പരിധിയിൽ വരുന്ന സകല കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമേ നൽകുവാൻ പാടുള്ളൂ. ഒരു മഖ്ലൂക്കിനും, മുഹീദ്ദീൻ ശൈഖ് ആവട്ടെ, മമ്പറത്ത തങ്ങളാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ, ആരായിരുന്നാലും ശരി, ഒരു മഖ്ലൂക്കിനോടും വിളിച്ചു തേടാൻ പാടില്ല. ആരാധനയുടെ പരിധിയിൽ വരുന്ന സകലതും അള്ളാഹുവിന് മാത്രമാണ് അർപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഷിർക്കും തൗഹീദും കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ ജനങ്ങളോട് പറയാറുണ്ട്, ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടോ ഞങ്ങൾ വിളിക്കാറില്ല. ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് വിളിച്ചാൽ മാത്രമേ ഷിർക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ പലവിധത്തിലുള്ള തട്ടിപ്പുകളും നടത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ മുസ്ലിയാക്കന്മാർ തന്നെ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടും വിളിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പകര അഹ്സനി എന്ന് പറയുന്ന മുസ്ലിയാർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. കണക്കിന് പറയാൻ എനിക്ക് കഴിയും. ഈ രണ്ടു വലിയ മഹാന്മാരെ സംബന്ധിച്ച് രേഖാമൂലം പറയാൻ കഴിയും. ആശ്ചര്യപ്പെടുന്ന അനുഭവങ്ങൾ ഒന്ന് ഞാൻ പറയട്ടെ. അത് അവരുടെ മഹത്വം പറഞ്ഞുകൊണ്ട് വേണ്ടി പറയുകയല്ല, അള്ളാഹുവിന്റെ റസൂലിനോട് സങ്കടം പറഞ്ഞതിന്റെ ഉദാഹരണം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഉള്ളാൾ തങ്ങൾ പാപ്പാന്റെ അടുത്ത് തങ്ങൾ പാപ്പ പറഞ്ഞു, ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ നീ മരിച്ചു പോവടാ, ഓപ്പറേഷൻ ചെയ്യണ്ടാറുണ്ട്. എ പി ഉസ്താദ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട. ഇദ്ദേഹം പേടിച്ചു പോയി. ഉള്ളാൾ തങ്ങളെ വാക്കാ ഡോക്ടറെ വാക്കാ നമുക്ക് വലിയത് ഉള്ളാൾ തങ്ങളുടെ അത് ഇലാഹിയായ ലിസാനാണ്. കാസർഗോഡിൽ നിന്ന് ഒരു പണ്ഡിത വേഷധാരി പ്രസംഗിച്ചു. ഉള്ളാൾ തങ്ങളെ മുമ്പിൽ നിന്ന് എന്തോ പറഞ്ഞപ്പോ എ പി ഉസ്താദിനെ കുറ്റം പറഞ്ഞപ്പോ ഉള്ളാൾ തങ്ങൾ ഇരിക്കടാന്ന് പറഞ്ഞു. അയാള് തങ്ങളോട് പറയും, തങ്ങൾ സ്റ്റേജിലാ രണ്ടു കൂട്ടരും കൂടി നടത്തുന്ന പരിപാടി. നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചതല്ലേ, നിങ്ങൾ ഞങ്ങളോട് ഇരിക്കാൻ പറയാൻ പാടില്ലല്ലോ, എന്നാ നിക്കടാന്ന് പറഞ്ഞു. അതന്നെ ആ നൃത്തം പിന്നെ അയാൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഇരിക്കാൻ കഴിയുന്നില്ല, കാല് വളഞ്ഞിട്ടല്ലേ തങ്ങളേ എന്ന് പറഞ്ഞ് കരഞ്ഞാണ് ഇരുന്നത്. എന്നാ ഇരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇരുന്നു. ആ നാവ് ലിസാനി ഇലാഹി ലിസാനാണത്. ആ നാവ് കൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് ചെയ്താൽ അപകടം തന്നെ എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ചെയ്തില്ല. ഇത് നഊദുബില്ലാഹ്. പ്രിയ സഹോദരന്മാരെ, എന്താണ് ഈ കേൾക്കുന്നത്? ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുടെ നാവ് ഇലാഹിയായ നാവാണ്, ഇലാഹിയായ വാക്കുകളാണ്. ലിസാനുൽ ഇലാഹിയ എന്താണ്? ദിവ്യത്വമുള്ള നാവാണ്, ദിവ്യത്വമുള്ള വാക്കുകളാണ്. ആരുടേത്? സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറയുന്ന കാന്തപുരത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആളുടെ നാവ് ലിസാനുൽ ഇലാഹിയ. എന്താണ് ഈ പറയുന്നത്? സഹോദരന്മാരെ, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ തന്നെ പറയുന്നു, ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് വിളിച്ചാൽ മാത്രമേ, ഏതെങ്കിലും മഹ്ലൂക്കിന് ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ഷിർക്കാണ്, പച്ചയായ ഷിർക്കാണ്.
സഹോദരന്മാരെ, ഈ മുസ്ലിയാക്കന്മാർ നിങ്ങളെ കൊണ്ടുപോകുന്നത് പച്ചയായ ഷിർക്കിലേക്കാണ്. പകര അഹ്സനി എന്ന് പറയുന്ന കാന്തപുരം സുന്നികളുടെ നേതാവും പ്രഭാഷകനുമായിട്ടുള്ള ഈ മുസ്ലിയാരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണുള്ളത്? ഇവരുടെ വലിയ നേതാവായിട്ടുള്ള കാന്തപുരം തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. أحبتنا الأعزاء علماءنا الأفاضل إن هذه الجلسة جلسة مباركة من جهات مختلفة أهمها وأجلها وأكرمها وأشرفها وأفضلها وأعلاها تكريم سماحة وفضيلة الشيخ تاج العلماء السيد عبد الرحمن البخاري حفظه الله ورعاه وطول عمره مع الصحة والعافية وهو ظل الله في العالم. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ അപരാധമാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഈ മുസ്ലിയാർ വെച്ച് കെട്ടുന്നത്. എത്ര വലിയ കുഫറാണ് ഈ മുസ്ലിയാർ അള്ളാഹുവിൻ്റെ പേരിൽ ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കോടിക്കണക്കിന് മഖ്ലൂക്കുകളിൽപ്പെട്ട ഒരു കീടത്തിൻ്റെ വില പോലുമില്ലാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് അതെ ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ ലില്ലാണ് എന്ന്, ലില്ലുല്ലാഹി ഫിൽ ആലമാണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക ലോകത്ത് ഫിത്നയും ഫസാദുമുണ്ടാക്കുന്നതിന് വേണ്ടി യഹൂദികളായ പുരോഹിതന്മാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി മുസ്ലിം വേഷം കെട്ടിക്കൊണ്ട് ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വന്ന അബ്ദുല്ലാ ഇബ്നു സബ് എന്ന് പറയുന്ന യഹൂദി ചാരനാണ്, മുനാഫിക്കാണ് ഇസ്ലാമിക ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു സംസാരം ആദ്യമായി പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആ മുനാഫിക്ക് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ലില്ലുല്ലാഹി ഫിൽ ആലമാണ്. പ്രിയ സഹോദരന്മാരെ, അലി റളിയല്ലാഹു അൻഹു ഇത് കേട്ട് സുഖിച്ചില്ല. മറിച്ച് അലി റളിയല്ലാഹു അൻഹു എല്ലാ ആളുകൾക്കും മാതൃകയാവുന്ന വിധത്തിൽ മുസ്ലിം ലോകത്ത് ഫിത്നയും ഫസാദും ഉണ്ടാക്കി മുസ്ലിങ്ങൾക്കിടയിൽ പച്ചയായ കുഫർ പ്രചരിപ്പിച്ച ആ യഹൂദി മുനാഫിക്കിനെ ചുട്ടുകൊല്ലുവാൻ, കരിച്ചു കൊല്ലുവാൻ വേണ്ടിയാണ് അലി റളിയല്ലാഹു അൻഹു വിധി കൽപ്പിച്ചത്. സഹോദരന്മാരെ, മുസ്ലിയാക്കന്മാരുടെ വാക്കുകൾ കേട്ട് അതെല്ലാം ദീനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പാവപ്പെട്ട അറിവില്ലാത്ത ജനങ്ങൾ ഈ തങ്ങന്മാരെയും അത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരെയും ഒക്കെ ആരാധിക്കുകയാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിനോട് സങ്കടം പറഞ്ഞതിന് ഉദാഹരണം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഉള്ളാൾ തങ്ങൾ പാപ്പാന്റെ അടുത്ത് തങ്ങൾ പാപ്പ പറഞ്ഞു, ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ നീ മരിച്ചു പോകടാ, ഓപ്പറേഷൻ ചെയ്യണ്ടാറുണ്ട്. AP ഉസ്താദ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട. ഇദ്ദേഹം പേടിച്ചു പോയി. ഉള്ളാൾ തങ്ങളെ വാക്കാ ഡോക്ടറെ വാക്കാ നമുക്ക് വലിയത് ഉള്ളാൾ തങ്ങളുതാ. അത് ഇലാഹിയായ ലിസാനാണ്, ഇലാഹിയായ ലിസാനാണ്. ഇതാ ഖുർആൻ പറഞ്ഞത്. അതല്ലാതെ മഹാത്മാക്കളായ മുഹ്യിദ്ദീൻ ശൈഖ് ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ അള്ളാഹുവിന്റെ അടിമയാണ്, നബിയാണ്, റസൂലാണ്, വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ അത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്ന് ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല.
കാസർഗോഡിൽ നിന്ന് ഒരു പണ്ഡിത വേഷധാരി പ്രസംഗിച്ചു. ഉള്ളാൾ തങ്ങളെ മുമ്പിൽ നിന്ന് എന്തോ പറഞ്ഞപ്പോ AP ഉസ്താദിനെ കുറ്റം പറഞ്ഞപ്പോ ഉള്ളാൾ തങ്ങൾ ഇരിക്കടാന്ന് പറഞ്ഞപ്പോ അയാള് തങ്ങളോട് പറയും, തങ്ങൾ സ്റ്റേജിലാ 2 കൂട്ടരും കൂടി നടത്തുന്ന ഒരു പരിപാടി, നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചതല്ലേ, നിങ്ങൾ ഞങ്ങളോട് ഇരിക്കാൻ പറയാൻ പാടില്ലല്ലോ, എന്നാ നിക്കടാന്ന് പറഞ്ഞു. അതന്നെ ആ നൃത്തം പിന്നെ അയാൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. നിക്കട ആ നൃത്തം ഇരിക്കാൻ കഴിയുന്നില്ല, കാല് വളഞ്ഞിട്ടല്ലേ തങ്ങളേ എന്ന് പറഞ്ഞ് കരഞ്ഞാണ് ഇരുന്നത്. എന്നാ ഇരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇരുന്നു. ആ നാവ് ലിസാനി ഇലാഹി ലിസാനാണത്. ഇതാ ഖുർആൻ പറഞ്ഞത്. അതല്ലാതെ മഹാത്മാക്കളായ മുഹ്യിദ്ദീൻ ശൈഖ് ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ അല്ലാഹുവിന്റെ അടിമയാണ്, നബിയാണ്, റസൂലാണ്, വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ ആ നാവ് കൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് ചെയ്താൽ അപകടം തന്നെ എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ചെയ്തില്ല. ഇത് അനുഭവിച്ച സഹോദരനാണ് എന്നോട് പറയുന്നത്. ഒരു പണ്ഡിതനും കൂടെയാണ്, ഒരു മദ്രസ മുഅല്ലിം. അദ്ദേഹം എന്റെ റൂമിൽ നിന്ന് എന്നോട് പറഞ്ഞ കഥയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ വീട്ടിൽ ഉള്ളാൾ തുപ്പാപ മന്ത്രിച്ച വെള്ളം, ആ വെള്ളം കുടിച്ചുകൊണ്ട് 2-2.5 മാസം കഴിഞ്ഞുകൂടി. വേദനയ്ക്ക് സമാധാനം വന്നു. ആദ്യത്തെ വേദനയൊന്നുമില്ല, ചെറിയൊരു പ്രയാസം, പിന്നെ അതും നിന്നു, റാഹത്ത് പോലെ തോന്നുന്നു. ഞാൻ 2.5 മാസം കഴിഞ്ഞ് ഈ റിപ്പോർട്ടുകളുമായി ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒന്നുകൂടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് ആ 2 സ്കാനും ഇന്ന് അയാളുടെ കയ്യിലുണ്ട്, സ്കാൻ റിപ്പോർട്ടുകളും. സഹോദരന്മാരെ, ആ സ്കാനിങ്ങുകളിൽ കിട്ടിയ 2 റിപ്പോർട്ടും അയാളെ കയ്യിൽ ഇന്നുണ്ട്. രണ്ടാമത്തതിൽ അദ്ദേഹത്തിന്റെ ഇരങ്കുടലിന് ക്യാൻസർ ഇല്ല. അതാ കുടലിന്റെ ഉള്ളിൽ ചെറിയൊരു ഉണര് പൊട്ടിയ പോലെ ഒരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുടലിന് ക്യാൻസർ ഇല്ല. ആദ്യം ക്യാൻസർ വിധി പറഞ്ഞ അതാ ബേബിയിലെ ഉയർന്ന ഡോക്ടർ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചികിത്സയാണ് ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. AP ഉസ്താദ് കാന്തപുരത്തെയും ഉള്ളാൾ തങ്ങളെയും സമീപിച്ചു. അവരുടെ ദുആയും അവരുടെ പ്രാർത്ഥനയുമാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ ഡോക്ടർ പറയുന്നു, കാന്തപുരത്തെ എനിക്കറിയാം. കാന്തപുരത്ത് അറിയാത്തവരില്ല. അറിയാത്തവൻ ലോകത്ത് ഏറ്റവും പുതിയ മണ്ടനുമാണ്. അങ്ങനെയാണ് സംഭവമുള്ളത് സഹോദരന്മാരെ. എല്ലാവർക്കും അറിയാം മനുഷ്യനെ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. കാന്തപുരത്തെ എനിക്കറിയാം. ബേബിയിൽ ഡോക്ടർ പറയാം, അവർക്കൊക്കെ അവിടെ അറിയും. ഹൃദയ ഹാർട്ട് പരിശോധനയ്ക്ക് വേണ്ടി ഞാൻ ബേബിയിൽ പോയിരുന്നു. അവിടെ അങ്ങനെ ഏക്കറ്റ് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏക്കറ്റാണ്. ഞങ്ങളോട് പറയും ഒന്നും പിടുത്തം കിട്ടാതിരിക്കാൻ ഏക്കറ്റ് ഇരിക്കാറ്. ഞാൻ അങ്ങനെ എന്ത് ചാലിയ മുദ്രിസ് അവിടെ ബേബി ഹോസ്പിറ്റലിൽ അവിടെ ഇരുന്നാൽ മതി. അതൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മളെ കുട്ടികളുടെ പോയിട്ട് ഞാൻ മുദ്രിസാന്ന് പറഞ്ഞാൽ ഇരുന്നോളിന്ന് അറിയാം. അല്ല, ആ വലിയ സ്ഥാപനങ്ങളും ചെന്നാൽ അവരങ്ങ് നമ്മളെ പരിഗണിക്കാൻ പറ്റൂല. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. വിളിക്കുമ്പോ വിളിക്കും, പടച്ചോനെ ദർസുണ്ട്, സബക്കുണ്ട്, ഇതൊക്കെ ചിന്തയുണ്ട്. ഇതിങ്ങനെ ഇരിക്കുമ്പോ കണ്ട് അൽഹംദുലില്ലാഹ് AP ഉസ്താദ് കയറി വരുന്നു ബേബി ഹോസ്പിറ്റലിലേക്ക്. അതിന്റെ ബേബിയുടെ മുതലാളിയും അതിന്റെ ഉടമയും മുന്നിലുണ്ട്. ഉസ്താദ് അങ്ങനെയാണ് പോയി. എന്റെ അടുത്തെത്തിയപ്പോ ഞാൻ അസ്സലാമു അലൈക്കും കൈമുത്തി. എന്താ ഇവിടെ? എനിക്ക് നെഞ്ചിനൊരു വേദന, എന്താ ഹാർട്ടിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് എന്ന് തോന്നുന്നു, പരിശോധിക്കാൻ വന്നാണ്. ഒരു എക്കോ ടെസ്റ്റോ എന്താണ് പറയാന് പേരുണ്ട്, അതിന് വന്നാണ്. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് അതൊന്നും ഇല്ല. ഉസ്താദ് അങ്ങോട്ട് പോയി. അപ്പൊ ഉസ്താദ് അവിടെ ജലം ശുദ്ധി ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പൊ മർക്കസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ കുട്ടി സൗകര്യം തന്നെ ഉള്ളൂ. എവിടെയുണ്ട്? ഈ ബേബിയിലുണ്ട്. അന്ന് മർക്കസിൽ അത് ഉണ്ടാക്കിയിട്ടില്ല. അതിന്റെ രൂപങ്ങളൊക്കെ അറിയാൻ ഇതിന്റെ ഉടമയുമായി മനസ്സിലാക്കാൻ വേണ്ടി വന്നതാ. ഇവര് ഓഫീസർമാരൊക്കെയുണ്ട്. എല്ലാവരും കൂടെ അങ്ങനെയാണ് നടന്നുപോയി. ഉസ്താദ് അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വരുന്നു. എന്റെ കൈ പിടിച്ചു. നിങ്ങളുടെ ഡോക്ടർ ആരാന്ന് ചോദിച്ചു. എനിക്ക് ഡോക്ടറെ പേരൊന്നും അറിയില്ല. ഉസ്താദിനല്ല ഹോസ്പിറ്റലിന്റെ സ്വഭാവക്കാരുള്ളൂ. എനിക്ക് അങ്ങനെ നിയമങ്ങളൊന്നും അറിയില്ല. എനിക്കറിയില്ല ഉസ്താദെ, ഹാർട്ടിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന്. എന്നാ സാറില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദ് പോയി. സഹോദരന്മാരെ, വരിക്ക് വരി ആളുകൾ ഇരിക്കുന്നു. അതാ ഒരു 2 മിനിറ്റ് കഴിയുമ്പോ മുഹമ്മദ് ഹസനി ഇവിടെ വിളിക്കുന്നു. ചെന്ന് ടെസ്റ്റ് കൊടുത്ത് വിവരങ്ങൾ കിട്ടി. ഞാൻ പോകുന്നു. ഉസ്താദിന്റെ സ്വാധീനമാണത്. എല്ലാവർക്കും അറിയും. ബേബിയും ഏത് ലോകത്ത് ഉസ്താദിനെ അറിയും. അബൂദാബിയിലെ ഒരു വലിയ അറബിയുടെ അരികിൽ അയാൾ ലക്ഷങ്ങൾ ദീനിന് കൊടുക്കുന്ന ആളാണ്. സുന്നി സെന്ററിന്റെ പിരിവിന് പോയപ്പോൾ ഞാൻ പോയി ഉസ്താദിന്റെ എഴുത്തുമായി കൊടുത്തു. ഷെയ്ഖ് അബൂബക്കർ റജ്ജാൽ മുംതാസ്. ഷെയ്ഖ് അബൂബക്കർ എനിക്ക് പരിചയമുണ്ട്, നല്ല മനുഷ്യനാണ്, എനിക്ക് പരിചയമുണ്ടെന്നുണ്ട്. ആദ്യം 100 റിയാൽ എന്ന അറബി, 500 റിയാൽ എന്ന ഈ എഴുത്ത് കാണിച്ചു കൊടുത്തു.
എനിക്കല്ല, എന്റെ സുന്നി സെന്റർ ഉസ്താദിന്റെ പേരിൽ ഈ പേരറിയാത്തവരില്ല. നഷ്ടപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗമാണ് അവിടുത്തെ മുഖവും അവിടുത്തെ റൂട്ടും അവിടുത്തെ സ്നേഹവും. വെറുത്താൽ അപകടമാണ്. നമുക്ക് അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. കാന്തപുരത്ത് എനിക്ക് പരിചയമുണ്ട്. ഉള്ളാൾ ഇതാ ഖുർആൻ പറഞ്ഞത്. അതല്ലാതെ മഹാത്മാക്കളായ മുഹ്യിദ്ദീൻ ശൈഖ് ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ അള്ളാഹുവിന്റെ അടിമയാണ്, നബിയാണ്, റസൂലാണ്, വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ അവർ നടത്തിയിട്ടുണ്ട്. ഓരോന്നായി താജുല്ലിൽ ദുആരക്കേണ്ടതില്ല. അവിടുത്തെ ഒറ്റ ഒരു വാക്ക് മതി മുസ്ലിം ലോകത്തിന്. അത് മൂടടുക്കത്തേക്ക് മാത്രമല്ല, കർണാടകയിലേക്ക് മാത്രമല്ല, ഇന്ത്യയിലേക്ക് മാത്രമല്ല, ലോകത്ത് എവിടെയെല്ലാം എങ്ങനെയെല്ലാം ആരെല്ലാം ഉണ്ടോ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പ്രസ്ഥാനത്തിൽ അംഗീകരിക്കുന്നവർക്ക്, ലോകമെമ്പാടുമുള്ളവർക്ക് ഒറ്റ തത്വമേ ഉള്ളൂ. അത് താജുൽ ഉലമ മഹാനവറുകൾ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്രയും പ്രയാസപ്പെട്ട് എത്തിപ്പെട്ടതെങ്കിൽ എന്റെ പ്രവർത്തകരെ, ഇവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളെ നിങ്ങളോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ തിങ്ങറാടിയിൽ നടന്ന ഒരു പ്രഭാഷണ വേദിയിൽ വാലമുണ്ട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, താജുൽ ഉലമയുടെ കൈ ചുംബിക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ നാം ബേജാറാവേണ്ടതില്ല. അവിടുത്തെ പ്രശോഭിതമായ മുഖം ഒന്ന് ദർശിക്കുകയാണെങ്കിൽ അത് തന്നെ മതിയാകും നമ്മുടെ ഭൗതിക വിജയത്തിന്, ആഖിറത്തിന്റെ വിജയത്തിന് എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെറുതെയല്ല. പരിശുദ്ധമായ ഹറം ശരീഫിൽ പോയാൽ ഇതാ ഖുർആൻ പറഞ്ഞത്. അതല്ലാതെ മഹാത്മാക്കളായ മുഹ്യിദ്ദീൻ ശൈഖ് ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ അള്ളാഹുവിന്റെ അടിമയാണ്, നബിയാണ്, റസൂലാണ്, വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ അത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്ന് ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, കാന്തപുരത്തിൻ്റെയും പകര അഹ്സനിയുടെയും ഒക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇവർ പറയുന്നതാണ് ദീനെന്ന് തെറ്റിദ്ധരിച്ച പാവപ്പെട്ട അറിവില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് നിങ്ങൾ കണ്ടത്. അതിനിടയിൽ ഒരു മുസ്ലിയാർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എന്താണ് അയാൾ പറയുന്നത്? ഉള്ളാളം തങ്ങളുടെ മുഖം ഒന്ന് ദർശിച്ചാൽ തന്നെ മതി നമ്മുടെ ഭൗതിക വിജയത്തിന്, ആഖിറത്തിൻ്റെ വിജയത്തിന് എന്നാണ് ആ മുസ്ലിയാർ തട്ടിവിടുന്നത്. കാന്തപുരം മുസ്ലിയാർ പറഞ്ഞ ലില്ലുല്ലാഹി ഫിൽ ആലമാണ് ഉള്ളാളം തങ്ങളെന്ന് വിശ്വസിച്ച ജനങ്ങൾ, ഉള്ളാളം തങ്ങളുടെ നാവ് ദിവ്യത്വമുള്ള നാവാണ് എന്ന് വിശ്വസിച്ച ജനങ്ങൾ, ഇഹത്തിലും പരത്തിലും വിജയിക്കുവാനുള്ള രക്ഷയാണ്, അതിനുള്ള മാർഗമാണ് ഈ തങ്ങളുടെ മുഖമൊന്ന് ദർശിച്ചാൽ മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ, ആ പച്ചപ്പുതപ്പ് ഒന്ന് മുത്താൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന തിരക്ക്, തിടുക്കം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഈ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ കൊണ്ടുപോകുന്ന അന്ധവിശ്വാസത്തിൻ്റെ കൂരിരുട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ മുസ്ലിയാർ ജനങ്ങളോട് പറയുന്നത്? തങ്ങളുടെ മുഖമൊന്ന് കണ്ടാൽ മതി എന്നാണ്. ഈ ലോകത്തും പരലോകത്തും വിജയിക്കുവാൻ അത് തന്നെ മതി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ്റെ ഇഹപരലോക വിജയത്തിന് വേണ്ടതെന്ന് പ്രത്യേകം പഠിപ്പിച്ച നമസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഹജ്ജ് വേണ്ട, സക്കാത്ത് വേണ്ട, സദഖകൾ വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ കൃത്യമായി വിശ്വസിക്കുക പോലും വേണ്ട, മറിച്ച് ഈ തങ്ങളുടെ മുഖം ഒന്ന് നോക്കിക്കണ്ടാൽ മതി. ഇത്തരത്തിൽ തികഞ്ഞ കുഫറും ഷിർക്കും ബിദ്അത്തുകളും ജനങ്ങൾക്കിടയിൽ
പ്രചരിപ്പിച്ചു പണമുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്യമം മാത്രമാണ് ഈ വക തട്ടിപ്പുകളുടെ എല്ലാം പിന്നിലുള്ളത് എന്ന് ആ വേദിയിൽ തന്നെ വെച്ചിട്ടുള്ള ബക്കറ്റ് അതിൻ്റെ സാക്ഷിയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. ജാറങ്ങളിലും മറ്റ് ആൾദൈവ കേന്ദ്രങ്ങളിലും വെച്ചിട്ടുള്ള ഭണ്ഡാരപ്പെട്ടികൾ നിറക്കുന്നതിന് വേണ്ടി ഈ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അതിൻ്റെ ഗൗരവം സഹോദരങ്ങളെ തിരിച്ചറിയുക. ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ അള്ളാഹുവിൻ്റെ ളില്ലല്ല. അങ്ങനെ ഒരു ളില്ലുല്ലാഹി ഫിൽ ആലം ലോകത്ത് ഇല്ല. ലോകത്തൊരു മനുഷ്യനും ദിവ്യത്വമില്ല. ദിവ്യത്വമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളുടെ നാവ് ദിവ്യത്വമുള്ള നാവല്ല. അങ്ങനെയുള്ളൊരു നാവ് ലോകത്ത് ഒരു മനുഷ്യനും ഇല്ല, ഒരു മഖ്ലൂക്കിനും അത്തരത്തിലുള്ള ദിവ്യത്വമില്ല. ലോകത്ത് ഒരു മനുഷ്യൻ്റെ മുഖം കണ്ടാലും അതേ മുഖം കണ്ടിട്ട് മാത്രം സ്വർഗത്തിൽ പോകണമെങ്കിൽ അബൂജാഹിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കുനേരെ കണ്ടിട്ടുള്ള ആളുകളാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ. അബൂജാഹിലോ അബൂ താലിബ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മൺതരി പോലും വീഴാതെ സംരക്ഷിച്ച അബൂ താലിബ് പോലും നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായ വിശ്വാസം സ്വീകരിക്കണം, എങ്കിൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഏതെങ്കിലും തങ്ങളുടെ കുടുംബത്തിൽ പിറന്നതുകൊണ്ടായില്ല, മറിച്ച് കൃത്യമായ വിശ്വാസം വേണം, കൃത്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസവും കർമ്മങ്ങളും ജീവിതത്തിൽ പുലർത്താതെ ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ടവനായി എങ്കിൽ അബൂ താലിബ് സ്വർഗത്തിലെത്തിയേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് സ്നേഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് സംരക്ഷിക്കുകയും ചെയ്ത വ്യക്തിയാണ് അബൂ താലിബ്. എന്നാൽ ആ അബൂ താലിബ് നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും ജീവിതത്തിൽ പുലർത്തിയില്ല എന്നത് തന്നെ. ഈ മുസ്ലിയാർ പറയുന്നത് എന്താണ്? അതൊന്നും വേണ്ട, തങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ മതി ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നതിന്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വക മുസ്ലിയാക്കന്മാരുടെ ഷർറുകളിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.